പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF ജാഥയുടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും. പ്രസംഗക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ വടകര MP ഷാഫി പറമ്പിൽ DCC സെക്രട്ടറിയുടെ കഴുത്തിന് പിടിച്ചു. കുറ്റ്യാടിയിൽ ജാഥ എത്തിയപ്പോഴായിരുന്നു രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ച നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. വി.ഡി. സതീശൻ വേദിയിലെത്തിയ ഉടനെ അധ്യക്ഷനായ DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ അദ്ദേഹത്തെ പ്രസംഗിക്കാനായി ക്ഷണിച്ചു. എന്നാൽ ഇതിനു മുൻപ് തനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകണമെന്നായിരുന്നു ഷാഫിയുടെ നിലപാട്. സതീശൻ സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പിരിഞ്ഞു പോകുമെന്നും കുറഞ്ഞ ആളുകൾക്ക് മുന്നിൽ തനിക്ക് പ്രസംഗിക്കേണ്ടെന്നും ഷാഫി തുറന്നടിച്ചു. പ്രസംഗിക്കാനായി മൈക്കിനടുത്തേക്ക് എത്തിയ ഷാഫി പ്രമോദ് കക്കട്ടിലിനെ തള്ളിമാറ്റുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. സംഭവം വഷളായതോടെ വേദിയിലുണ്ടായിരുന്ന പാറയ്ക്കൽ അബ്ദുള്ളയും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ചേർന്ന് ഷാഫിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. രോഷാകുലനായി വേദി വിട്ടിറങ്ങാൻ ശ്രമിച്ച ഷാഫിയെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് തടഞ്ഞത്. ഇതിനിടെ ഷാഫിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ വേദിയിൽ തെന്നി വീണതും പരിഭ്രാന്തി പരത്തി. ഒടുവിൽ സതീശന്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഷാഫിയെ വീണ്ടും മൈക്കിനടുത്തേക്ക് ക്ഷണിച്ചെങ്കിലും താൻ സംസാരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച് ഒറ്റവരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങി. സമയക്കുറവ് കാരണമാണ് കുറ്റ്യാടിയിൽ ഷാഫിക്ക് മുൻഗണന നൽകാതിരുന്നതെന്ന് സംഘാടകർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും തൊട്ടു പിന്നാലെ നാദാപുരത്ത് നടന്ന ചടങ്ങിൽ ഷാഫി പ്രസംഗിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഷാഫി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പാർട്ടി വേദിയിലെ ഈ പരസ്യമായ കലഹം.